പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ ഇപ്രകാരം പറയുന്നു: സഹനം എന്നത് ഈശോയെ ചുംബിക്കാനുള്ള അകലത്തിൽ നാം എത്തിയെന്നതിൻ്റെ അടയാളമാണ്. ഇന്ന് അയർലൻഡ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഗീത ചേച്ചിയുടെ അനുഭവങ്ങൾ പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചേച്ചി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ചേച്ചി. എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാമെങ്കിലും ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയും ചേച്ചിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് ഗീത. ഞാൻ നാട്ടിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അയർലൻഡിൽ സ്ഥിരതാമസമാണ്. എൻ്റെ ജീവിത പങ്കാളിയെ ഈശോ തിരികെ വിളിച്ചു. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്.
ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ പഠിക്കുന്നു. ചേച്ചിയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈശോയിൽ അടിയുറച്ച് തീവ്ര വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് മാതാപിതാക്കളിൽ നിന്നാണോ ചേച്ചിക്ക് കിട്ടിയത്? അതെ, തീർച്ചയായിട്ടും അതെ. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മച്ചി ഭയങ്കര വിശ്വാസിയായിരുന്നു. എല്ലാവരും നിർബന്ധമായി പള്ളിയിൽ പോകണം. പിന്നെ എൻ്റെ അമ്മച്ചി ചെല്ലുന്ന കൊന്തകൾക്കൊരു കണക്കില്ല, അതുപോലെ കൊന്തകൾ ചെല്ലും. അമ്മച്ചിയുടെ ക്ലേശകരമായ ജീവിതത്തിലൊക്കെയും ജപമാലകളും കുർബാനകളുമാണ് അമ്മച്ചിയുടെ ശരണമായിരുന്നു. അത് ഞങ്ങളെയും പഠിപ്പിച്ചു. അത് ഞങ്ങൾ മക്കൾ പിന്തുടരുന്നു. അമ്മച്ചി ഒത്തിരി പറയാൻ പറ്റാത്ത വിധം വിശ്വാസിയായിരുന്നു. എൻ്റെ വളരെയധികം വിശ്വാസത്തിലായിരുന്നാണ് ജീവിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ചേച്ചി തുടർന്ന് ഉള്ള വിശ്വാസ ജീവിതവും പിന്നെ നഴ്സിംഗ് പഠന കാലഘട്ടവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? നഴ്സിംഗ് പഠനകാലം എന്ന് പറയുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്കൊന്നും മുടങ്ങിയായിരുന്നു. എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങൾ മൂലം ഒരു 2 വർഷം എനിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നഴ്സിങ്ങിന് പോകണം എന്നുള്ള എൻ്റെ ഒരു വലിയ തീവ്രമായ ആഗ്രഹം മൂലം കാത്തു നിന്നു. തീർച്ചയായിട്ടും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വന്ന ഒരു ധ്യാനം മുഖേന ഈശോ എന്നെ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് എത്തിച്ചു. നഴ്സിംഗ് സ്കൂളാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടുത്ത പടിയായി തീർന്നത്. കൂടുതൽ കുറച്ചുകൂടി അടിത്തറ തീർച്ചയായിട്ടും. കാരണം സിസ്റ്റേഴ്സ് നടത്തുന്നിടമാണ്. രാവിലെ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം. പിന്നെ ആഴ്ചകളിൽ ഞങ്ങൾക്ക് പ്രെയർ മീറ്റിങ്ങുകളുണ്ട്. അപ്പം അതൊക്കെ കണ്ടക്ട് ചെയ്യാനും അവിടെ വെച്ചാണ് ഞാൻ കൂടുതൽ കുരിശിൻ്റെ വഴി ചെല്ലാൻ പഠിച്ചത്. അങ്ങനെ നഴ്സിംഗ് സ്കൂൾ എന്നെ ശരിക്കും എൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശ്വാസത്തിൽ മുൻപന്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചത് നഴ്സിംഗ് സ്കൂളാണ്. ശരി ചേച്ചി. പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും ചേച്ചിയുടെ ജോലി മേഖലകളിലേക്ക് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ജോലിയും പിന്നെ വിവാഹം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യാറുള്ളത് നമ്മൾ. അപ്പോൾ കുടുംബജീവിതം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ അപ്പോഴാണ് നമ്മൾ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളിലും. അപ്പം അത് എത്രത്തോളം ചേച്ചി ഈശോയുടെ കൂടെ നിന്ന് ചേച്ചിക്ക് ചെയ്യാൻ പറ്റി? നഴ്സിംഗ് പഠനത്തിന് ശേഷം ഞാൻ ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും മസ്കറ്റിലേക്ക് വന്നു. മസ്കറ്റിൽ ആയപ്പോഴാണ് കുർബാനയില്ല, പ്രാർത്ഥനകൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥന മാത്രമായി. കാരണം ഞാനൊക്കെ ഇന്ത്യയുടെ പ്ലേസിൽ അവിടെ കുർബാനകളൊന്നുമില്ല. മാസത്തിൽ ഒരു ദിവസം ഒരു കുർബാന വരും. എങ്കിലും ഈശോ അന്വേഷിച്ച് വരുന്ന പോലെ ഒരു സ്നേഹം എല്ലായ്പ്പോഴും പുറകെ ഈശോ വരുന്നുണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു, അനുഭവം ഉണ്ടായിരുന്നു. പിന്നീടാണ് വിവാഹിതയായത്. വിവാഹം കഴിഞ്ഞ് കുറച്ചധികം പ്രതിസന്ധികൾ വിവാഹ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവയൊക്കെ നേരിടാൻ പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. എൻ്റെ വിവാഹ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്ന് കുരിശിന് ഈശോ എന്നെ ഒത്തിരി സഹായിച്ചു പരിശുദ്ധ അമ്മ വഴി. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ 10ഉം 12ഉം ജപമാലകൾ ചെല്ലുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇതിൽ കുറേ പ്രതിസന്ധികളൊക്കെ അങ്ങനെയാണ് ഞാൻ തരണം ചെയ്തെത്തിയത്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ ജീവിതത്തിൽ അനുവർത്ഥമായിക്കൊണ്ടിരിക്കുന്നല്ലേ? തീർച്ചയായും. മസ്കറ്റിൽ നിന്ന് ജോലി രാജിവെച്ച് ഞാൻ നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ല, വീട്ടിൽ നിൽക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്ന എൻ്റെ ജീവിതം ദൈവം എടുത്ത് കീഴ്മേൽ മറിച്ച പോലെയായി. കാരണം എൻ്റെ ജീവിത പങ്കാളി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഞങ്ങളെ നയിച്ചു. അതോടുകൂടി എന്താ പറയുക, യോനായോട് ദൈവം നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. യോന എടുത്ത് താർഷീഷിലേക്ക് ഓടിപ്പോയപ്പോൾ കൊടുങ്കാറ്റടിച്ചെന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം വലിയ പ്രതിസന്ധികളും സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അവിടുന്ന് വീണ്ടും ദൈവം എന്നെ വലിച്ച് ഈ അയർലൻഡിലെത്തിച്ചു. അയർലൻഡിലെ ജീവിതത്തിലും ഞാൻ ഒത്തിരിയേറെ വന്ന കാലഘട്ടങ്ങളൊക്കെയും പിടിച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ എത്രത്തോളം ചേച്ചിക്ക് ഈശോയുടെ കൂടെ നിൽക്കാൻ പറ്റി? എത്രത്തോളം ഈശോയെ അറിയാൻ പറ്റി ചേച്ചിക്ക്? അതിന് ഒരു ഉത്തരം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കണ്ട ഒരു സ്വപ്നത്തിലൂടെ എൻ്റെ സഹനം എന്തായിരുന്നു പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എൻ്റെ സഹനമൊന്നും അറിയത്തില്ലാത്ത ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ചേച്ചിയെക്കുറിച്ചൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇപ്രകാരമാണ്: വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. ആ കൊടുങ്കാറ്റിൻ്റെ കാലഘട്ടത്തിൽ ചേച്ചി ഇങ്ങനെ ഒരു കുരിശെ പിടിച്ച് കിടപ്പുണ്ട്. ചേച്ചിയുടെ കൈയെല്ലാം മുറിയുന്നുണ്ട്, ശരീരം മുറിയുന്നുണ്ട്. പക്ഷേ കൊടുങ്കാറ്റ് എത്ര അടിച്ചിട്ടും ചേച്ചി ആ കുരിശേന്ന് വിടുന്നില്ല. ആ കുരിശേന്ന് വിടാതെ കൊടുങ്കാറ്റിൻ്റെ ശമനത്തിന് ശേഷം ചേച്ചി മുഴുവൻ ബ്ലീഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റത്തില്ല ചില പ്രതിസന്ധികൾ എന്തായിരുന്നു ഞാൻ കടന്നുപോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണ്: എൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റിൽ
മുറിഞ്ഞ ഒരവസ്ഥയായിരുന്നു ഞാൻ. പക്ഷേ കുരിശേന്ന് കൈവിടാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ചേച്ചി ഒരുപാട് സഹനങ്ങളിലൂടെയും തീവ്രവേദനകളിലൂടെയും കടന്നു പോയിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. കുടുംബജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ രോഗം ദൈവം ഒരു സഹനമായിട്ട് തന്നിട്ടുണ്ട്. എൻ്റെ കിഡ്നികൾക്ക് അസുഖമുണ്ട്. വളരെ ഇപ്പോൾ ഒരു 40% അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റുകളും ഉള്ള പെയിനുണ്ട്. പിന്നെ ഫൈബ്രോമയാൾജിയ എന്നുള്ളൊരു കണ്ടീഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് എല്ലാ മസിലും വേദനയാണ്. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യാന്ന് പറയുമ്പം എനിക്കത് വളരെ ഒരു കുരിശുമല കയറുന്ന പോലെയാണ്. ജോലിക്കൊക്കെ പോയാൽ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന ഞാൻ രാവിലെ ചിലപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. പക്ഷെ ഒരാൾ കുറച്ച് കഴിയുമ്പോഴേക്കും കാല് ചിലപ്പോൾ വലിയാൻ തുടങ്ങും, അല്ലെങ്കിൽ കൈ നീര് വെച്ച് വീർക്കും. അങ്ങനെ രോഗത്തിൻ്റെ സഹനങ്ങൾ വളരെ ഇതാണ്. പക്ഷേ ദൈവം എന്നെ അതിലൂടെ നടത്തുന്നുണ്ട്. രോഗശമനം എനിക്ക് തന്നിട്ടില്ല. പക്ഷേ എനിക്ക് നമ്മൾ പറയും 2 തരത്തിലുള്ള രോഗശാന്തിയുണ്ട്. ഒന്ന് ആത്മീയ രോഗശാന്തിയുണ്ട്, ഒന്ന് ശാരീരിക രോഗശാന്തിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആത്മീയ രോഗശാന്തിയാണ്. ഞാൻ ഈ സഹനത്തിനടിയിൽ സന്തോഷത്തോടെ ജോലി ചെയ്യാനും രോഗികളെ നോക്കാനും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ എന്നെ ദൈവം പ്രാപ്തയാക്കുന്നുണ്ട്. ആ രോഗങ്ങളൊക്കെയും ഞാൻ ആത്മാക്കളെ നേടാനാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഈശോയോട് പറയും, ഒത്തിരി വേദന വരുമ്പോൾ ഈശോയോട് പറയും, വേദന എടുത്ത് മാറ്റിയാൽ നല്ലതായിരുന്നു, പക്ഷെ എടുത്ത് മാറ്റുന്നില്ലെങ്കിൽ ഇത് നീ ആത്മാക്കളെ രക്ഷപ്പെടുത്തണം. ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ചില രാത്രികളൊക്കെ എനിക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല വേദന കാരണം. പലപ്പോഴും വേദന കാരണം എഴുന്നേറ്റിരുന്നാണ് ഞാൻ രാത്രി കാലങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. കാരണം എനിക്ക് പെയിൻ്റെ മെഡിസിൻ അവർ തരില്ല. കാരണം എൻ്റെ കിഡ്നി പ്രോബ്ലം ഉള്ളതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും തരിക അവർക്ക് സാധ്യമല്ല. അപ്പം പലപ്പോഴും വേദന സംഹാരികൾ ഉപയോഗിക്കാത്തതുകൊണ്ട് വേദന കൂടുതലാണ്. അപ്പോൾ ഞാനത് ആത്മാക്കൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമർപ്പിക്കുക. മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചേച്ചി നല്ലൊരു മെസ്സേജ് ഞാൻ പങ്കുവച്ചത്. ഒത്തിരി പേരെ സഹനം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചി അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാവട്ടെ. പിന്നെ ചേച്ചി രോഗി ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ചേച്ചിക്ക് എത്രത്തോളം രോഗികളോടും രോഗികൾക്കും ഈശോയെ നേടിക്കൊടുക്കാനും ഈശോയെ പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട്? ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇത് രോഗികളെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ജയിച്ചപ്പോഴും മസ്കറ്റിലൊന്നും ഞാൻ രോഗികളോട് സുവിശേഷം പറയുക അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പക്ഷേ അയർലൻഡിലെത്തിയപ്പോഴാണ് എനിക്ക് രോഗികളോട് ഇത് ചെയ്യാം, സംസാരിക്കാം. കാരണം രാവിലെ 8:30 ഞങ്ങളുടെ ബ്രേക്ക് ടൈമാണ്. അപ്പം ഞാൻ ബ്രേക്കിന് നിൽക്കാതെ പള്ളിയിലേക്ക് ഓടും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊരു പരിഹാസപാത്രമാണ്. രാവിലെ ബ്രേക്ക് ചെയ്യാതെ ഇവളെങ്ങോട്ടേക്ക് ഓടുന്നത് എല്ലാ ദിവസവും ഒന്ന് ചോദിക്കും. അപ്പം തിരിച്ചു വന്നു കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഒരു ഡയാലിസിസ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പേഷ്യൻസൊക്കെ കാമാകുന്ന സമയത്ത് ഞാൻ ജപമാല എടുത്ത് ഈ ബെഡിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ നടക്കും. പിന്നെ എൻ്റെ ജനാലയിൽ കൂടെ അപ്പുറം നോക്കി ഒരു പള്ളിയും കാണും. അപ്പോൾ അവിടെ നോക്കി ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പേഷ്യൻസ് എന്നോട് ചോദിക്കും, നീ എന്താ ചെയ്യുന്നത്? പിന്നെ അവരെന്നോട് ചോദിച്ചു, എനിക്കൊരു ജപമാല തരാമോ? അപ്പോൾ ഞാൻ ജപമാല കൊണ്ട് കൊടുക്കും. അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അവരും ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ജപമാല ചെല്ലും വാർഡിൽ. അപ്പോൾ അതുകൂടാതെ ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഒരു രോഗിയെ പരിചയപ്പെടുമ്പോൾ അവരോട് പേരൊക്കെ ചോദിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലർ പറയില്ല, ഞങ്ങൾ നിരീശ്വരവാദി എത്തീസ്റ്റാന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ഒരു പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കോട്ടെ. അപ്പോൾ അതൊരു സ്ഥിരമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു നന്മ പറഞ്ഞവരെങ്കിലും ചെല്ലാതെ ഞാനൊരു പേഷ്യൻറ്റിനെ ക്യാനിലിടാനോ അല്ലെങ്കിൽ അവരുടെ ഡയാലിസിസ് തുടങ്ങാനോ പോവുകയില്ല. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോടും പറഞ്ഞ് ചിലപ്പോൾ അവരും കൂടും നന്മ പറഞ്ഞു പറയും ചെല്ലാൻ. അങ്ങനെ ചെല്ലാറുണ്ട്. അങ്ങനെ രോഗികൾക്ക് മാത്രമല്ല, അങ്ങനെയായപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ എനിക്ക് ഓഫ് തരാൻ തുടങ്ങി. അവർ പറയും, നീ പള്ളിയിൽ പോകുമല്ലേ, ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാവോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ പേഷ്യൻസ് ഇടയ്ക്ക് അത് ഈ അയർലൻഡിൽ എത്തിയ പിന്നെയാണ് കേട്ടോ അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി. ചേച്ചിക്ക് അപ്പോൾ ചേച്ചിയുടെ സഹപ്രവർത്തകർക്കും രോഗികൾക്കും ഒക്കെ ഈശോനെ പകർന്നു കൊടുക്കാൻ പറ്റി. അപ്പോൾ ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രോഗം ദൈവം പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. അപ്പം എൻ്റെ രോഗം ഒത്തിരി നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിയ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം ഇതാണ്. ഞാൻ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നതിലേക്ക് വന്നു. എനിക്ക് വേദനയൊക്കെ കൂടുതലായതുകൊണ്ട് അവർ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ തരും. അങ്ങനെ ഒരിക്കൽ എന്നോട് ഡയാലിസിസ് യൂണിറ്റ് ഔട്ടിൽ വാർഡിൽ പോയൊരു പേഷ്യൻറ്റിനെ ഡയാലിസിസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു.
ഒരു VIP പേഷ്യൻ്റ്, അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം, അവരല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. ആ പേഷ്യൻ്റ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, എഴുന്നേറ്റൊന്നും നടക്കില്ല, ഒരു കാല് മുറിച്ച് കളഞ്ഞു, മറ്റൊരു കാലിങ്ങനെ മുറിക്കാൻ ഇത് ചെയ്തിരിക്കുന്നു. ഡയാലിസിസ് തന്നെ പലപ്പോഴും നടക്കുന്നില്ല ശരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ യൂഷ്വലി മേളിൽ പോയി കഴിഞ്ഞാൽ വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഈ പേഷ്യൻ്റെ ബെഡിന് ചുറ്റും നടന്ന് ജപമാല ചെല്ലുന്നതാണ് എൻ്റെ പേര്. അപ്പോൾ ഈ രോഗി മയങ്ങി കിടക്കുകയാണെന്ന വിശ്വാസത്തിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇതിന് ചുറ്റും ജപമാല എല്ലാം തുടങ്ങി. ഇപ്പോൾ ഇയാൾ എഴുന്നേറ്റിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ജപമാല ചെല്ലുവാണ്. അപ്പോൾ അയാൾ എന്നെ ഷൗട്ട് ചെയ്ത് ഗെറ്റ് ഔട്ട് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തിറക്കി. ഞാൻ റൂമിൻ്റെ വാതിൽക്ക് നിന്ന് മെഷീനും നോക്കി അയക്ക് വേണ്ടി ജപമാല ചെല്ലുന്നത് തുടർന്നു. എനിവേ വളരെ അത്ഭുതകരമായിട്ട് 2.5 മണിക്കൂർ ഡയാലിസിസ് ചെയ്യാൻ ഞങ്ങൾക്ക് അന്ന് സാധിച്ചു. അതോടൊപ്പം ഈ രോഗി ഡയാലിസിസ് ഈ പ്രോസസ്സ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സമയം അവരുമായിട്ട് അത് ചെയ്യും. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചാൽ, നീ വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞു, ഉവ്വ് ഞാൻ വിശ്വാസിയാണ്. അപ്പോൾ അയാൾ എന്നോട്, ഞാൻ 1% പോലും വിശ്വാസിയല്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം എവിടെ പോയി, ഞാനെങ്ങനെ ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു സഭാപ്രസംഗൻ 7:29, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ആമേൻ. അപ്പം ഞാനിത് ഇയാളോട് പറഞ്ഞു. ഞാൻ ഒത്തിരി രോഗിയാണ്, പക്ഷേ ഞാൻ നിന്നെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുവാണ്. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു 3 ഡയാലിസിസ് ഞാൻ അയാളും കൂടെ സംസാരിക്കാൻ തുടങ്ങി. 3ാമത്തെ ഡയാലിസിസിൻ്റെ സമയത്ത് അയാളുടെ കാല് ഡ്രസ്സ് ചെയ്യാമെന്ന് നേഴ്സ് ചോദിച്ചു, വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഇവളെന്നെ മാറ്റിയെടുത്തു, സഹനം സന്തോഷമാക്കാൻ ഇവളെന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ വിതിൻ 2 ഡേയ്സ് ഈ പേഷ്യൻ്റ് വിഡ്രോ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് അയർലൻഡിൽ ഒരു കാര്യമുള്ളൂ, അയാളെ മരിക്കാൻ വിട്ടു കൊടുക്കും അവർ. അപ്പോൾ അയാൾക്ക് അവരൊരു മോർഫിൻ പമ്പ് സ്റ്റാർട്ട് ചെയ്യും, വേദനയില്ലാതെ മരിക്കാൻ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാൻ വൈകുന്നേരം ഡ്യൂട്ടിക്ക് എന്ന് പറയുന്ന ഇയാളിങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ഹാൻഡ് ഓവർ കഴിഞ്ഞ് നേരെ വാർഡിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ചെന്നപ്പോൾ ഇയാളുടെ വളരെ റിച്ച് പേഷ്യൻ്റ് എല്ലാവരും കൂടിയിരിക്കുകയാണ്, അയാൾ മരിക്കാനായിട്ട് ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ ഞാൻ എൻ്റെ ജപമാലയും എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു മിറാക്കുലസ് മെഡൽ ഈ രോഗീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അയാൾ വെച്ചിരിക്കുകയാണ്. അയാൾ അപ്പോൾ ഞാൻ വന്നെന്നാരോ പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ ഉറക്കത്തിൽ ഡ്രിഫ്റ്റായി പോകുന്ന അയാളിങ്ങനെ എൻ്റെ കൈ പിടിക്കുവാണ്. അപ്പോൾ ഞാൻ ഇയാളുടെ റിലേറ്റീവ്സിൽ ഭാര്യനെ കണ്ടില്ല. അപ്പോൾ ഞാൻ അയാളുടെ സിസ്റ്ററിനോട് ചോദിച്ചു, അന്തികുദാശ കൊടുക്കാൻ അച്ഛനെ വിളിക്കട്ടെ, അങ്ങനെ ഒരു അയാൾ. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നോ, ഇയാൾ ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല, അത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് താഴെ തിരിച്ചു പോന്നപ്പോൾ തൊട്ട് പിന്നാലെ വൈഫ് എൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അയാളുടെ വിൽപത്രം തിരുത്തി എഴുതി. കാരണം ഒരു ഇതും കൂടാതെ അയാൾ ദയിപ്പിക്കണം എന്നായിരുന്നു ആദ്യത്തെ വിൽപത്രം. 2ാമത്തെ വിൽപത്രത്തിൽ അയാൾ എഴുതിയിരിക്കുന്ന ഇപ്രകാരം അത്രേ, ഞാൻ ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ്, എന്നെ എല്ലാ റിച്വൽസോടും കൂടി പള്ളിയിൽ അടക്കണമെന്നാണ്. ഈശോയ്ക്ക് നന്ദി. അങ്ങനെ അതുപോലെ അന്തികുദാശ സ്വീകരിച്ചാണ് ആത്മാവിനെ. ദൈവം 3 തവണ അയാളെ കാണാൻ എന്നെ അനുവദിച്ചുള്ളൂ. പക്ഷേ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾ അയാൾക്കും നന്മയായി തീർന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയായി തീർന്നു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് മഹത്വം. ഇപ്പം നമ്മൾ അയർലൻഡിൽ ജീവിക്കുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കൾച്ചറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ചേച്ചിക്ക് മക്കൾ എത്രത്തോളം ഈശോയോട് ചേർന്ന് കൂട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്? എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നത്, എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്ന വിശ്വാസം അവർക്കും പകർന്നു കൊടുക്കണം. അപ്പോൾ അത് അവധി ദിവസങ്ങളിൽ നിർബന്ധമായും പള്ളിയിൽ പോയിരിക്കണം, മാസത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കണം, പിന്നെ സന്ധ്യാപ്രാർത്ഥന അത് മുടക്കം കൂടാതെ ചെയ്തേ പറ്റുള്ളൂ. അതൊക്കെ എൻ്റെ വീട്ടിലെ റുട്ടീനാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു, ഞാൻ വന്ന കാലം തൊട്ട് മലയാളം, ഇംഗ്ലീഷ് വീട്ടിൽ പറ്റില്ല, മലയാളം മാത്രമേ പറ്റൂ. അപ്പോൾ മലയാളത്തിലാണ് പ്രാർത്ഥനകളെല്ലാം ചെല്ലേണ്ടതും പഠിക്കേണ്ടതും എന്നൊക്കെയുള്ള ഒരു ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മൂത്ത മോൾ ഒത്തിരി വിശ്വാസത്തിൽ ഒത്തിരി മുമ്പോട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാറ് വീട്ടിൽ നിന്നെടുത്ത് അവൾ പറയും, ഈശോയെ ഞാൻ കാർ എടുക്കുവാണ്, പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് പോവാണ്. അത് ആരിയ്ക്കുന്നതെന്നൊന്നും അവൾക്ക് പ്രശ്നമല്ല, അവൾ ഉറക്കെ അത് പറയുക. ഉറക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് വീലിൽ കുരിശ് വരയ്ക്കാതെ അവൾ ഒരിക്കലും വണ്ടി എടുക്കുകയില്ല. അതുപോലെ തന്നെയാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലൊന്നും അവൾ മുടക്കം വരുത്താറില്ല. ബൈബിൾ വായിക്കുക ഒക്കെ അതൊരു ഇതാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഡാനിയലച്ചൻ്റെ കൂടെ 2 മക്കളും ഞാനും ഞങ്ങൾ ബൈബിൾ 2 തവണ വായിച്ച് തീർത്തു. പിന്നെ എന്താ പറയുക, വൈകുന്നേരത്തെ പ്രാർത്ഥന ചിട്ടയാണ്, അത് നിർബന്ധമാണെന്ന് മാത്രമല്ല, ഓരോ മാസങ്ങളും മാറുന്നതനുസരിച്ച് വണക്കമാസം ചെല്ലണം,
ബൈബിൾ ഒരു 6 അധ്യായം വായിക്കണം. ഡിഫറെൻ്റ് അധ്യായങ്ങളാണ്, അതൊക്കെ വീട്ടിലെ ഒരു ചിട്ടകളാണ്. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ തന്നെ. ചേച്ചി ഫാത്തിമയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത്തെ മോള് ഭയങ്കര സിക്കായി എന്നും പറഞ്ഞ് ഇൻ്റർസെഷനിൽ പ്രെയർ ഒക്കെ ഇട്ടില്ലായിരുന്നോ? അപ്പം ഞാനത് കേൾക്കാനിടയിൽ നോട്ടിഫൈ ചെയ്തു. കാരണം ഇൻ്റർസെഷനിൽ പ്രെയർ വരുമ്പോൾ എന്തായാലും പ്രെയർ റിക്വസ്റ്റിന് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അങ്ങനെ പ്രെയർ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നി. കാരണം ഇപ്പോൾ ചേച്ചി ഒരു സിംഗിൾ മദറാണ്. ആ ഒരു പെയിൻ എന്താണെന്ന് ഒരു മദറായി ഒരു അമ്മയായി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര തീക്ഷ്ണമായിട്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാണ് മാതാവ് മോളുടെ അടുത്ത് വന്ന് നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു. ചേച്ചി ഓർക്കുന്നുണ്ടാവും. മെസ്സേജ് ചെയ്തു, ചേച്ചിക്ക് ഇതൊരു സാക്ഷിയായി മാറും എന്നും പറഞ്ഞ്. പിറ്റേ ദിവസം കേൾക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഈവനിങ്ങിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസ്ചാർജ് ആണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ തിരിച്ചെത്തുകയും ചെയ്തു. അതെൻ്റെ വിശ്വാസം വളർത്താനായിട്ട് മാതാവ് എനിക്ക് കാണിച്ചെന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും ആ ഭൂമിയിലൊന്ന് കാലുകുത്താൻ മാതാവ് അനുവദിച്ചു. എങ്കിലും മാതാവ് തന്നെ കാത്തു. അതൊരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. പക്ഷേ മാതാവ് തന്നെയാണ് ഞങ്ങളെ കൃത്യസമയത്ത് തിരിച്ചും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ എനിക്ക് ഒരു ഇത് പറയാനുള്ളത്, നമ്മൾ പറയും, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തവണ ഈശോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിലെ സക്രാരി പുറത്താണ്. സാധാരണ സക്രാരികൾ നമുക്ക് ആൾത്താരയ്ക്കുള്ളിലാണ്, ഈ സക്രാരി പുറത്താണ്. ഇപ്പോൾ ഞാൻ പറയും എപ്പോഴും എനിക്ക് ഓഫ് കിട്ടുമ്പോൾ എല്ലാം ഞാൻ ഈ സക്രാരിയുടെ താഴെ വന്ന് കെട്ടിപ്പിടിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി വലിയ പ്രതിസന്ധികളിൽ, അതായത് എൻ്റെ ജീവിത പങ്കാളി കുറച്ച് ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, രോഗാവസ്ഥകളിൽ കടന്നു പോയിട്ടുണ്ട്. ആ അവസ്ഥകളിലൊക്കെ ഞാൻ ഈശോയോട് വാശി പിടിക്കും, ഈ സക്രാരിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ കൂടെ വരണമെന്ന്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ പ്രതിസന്ധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഈശോ സക്രാരിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ കൂടെ വന്ന്. അവർ പറയും ഈശോ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തൊട്ട് പ്രാർത്ഥിച്ച, ഞാൻ പോയി താഴെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, സക്രാരിയിൽ നിന്ന് ഇറങ്ങി ഈശോ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളൊന്നും മാറിപ്പോയിട്ടില്ല. കാരണം പ്രതിസന്ധികൾ ഒന്നിനു വീതായ ഒന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും എന്നെ ഈശോ കൈവിട്ടിട്ടില്ല. ഈശോ എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്. പ്രതിസന്ധികളിലെല്ലാം ചേച്ചിക്ക് ഈശോയോട് ചേർന്ന് ആ സഹനത്തെ ഏറ്റെടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രതിസന്ധികളൊന്നും മാറിപ്പോകണമെന്നില്ല. പക്ഷെ പ്രതിസന്ധികളിൽ എപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്കൊരു ഊന്നുവടി പോലെയാണ് ജപമാലയും ഈ സക്രാരിയും ഒക്കെ ഈശോ തന്നിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഈ ജപമാലയും ദിവ്യസക്രാരിയും എന്നും നമ്മുടെ അഭയകേന്ദ്രമാണ്. തുടർന്നും പരിശുദ്ധ അമ്മയോടും ദിവ്യസക്രാരിയോടും ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഈശോ ചേച്ചിനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഗീത ചേച്ചിയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടത്തേക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ സഹനങ്ങളിൽ ഈശോ അത്താണിയായിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധിയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.